സിദ്ധുവിനെ കണ്ടോ? ഇല്ല. അവനെ കുറച്ചു നേരമായി അന്വേഷിക്കുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ചിലപ്പോൾ ആ പുഴയുടെ തീരത്ത് കാണും, അവിടെ ഒന്ന് നോക്കുക. ശരിടാ. ഓക്കെ, ശരിയാണ്. നീ ഇവിടെ ഇരിക്കുക, നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. വായിരിക്കേ. മനസ്സിനൊരു സുഖമില്ലടാ, കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് കരുതി. പിന്നെ അന്ന് പറഞ്ഞ ആ മാഗസിനിലേക്ക് ഒരു ഫീച്ചർ എഴുതുമായിരുന്നു. കൊള്ളാം, വെറുതെ അല്ല നിന്നെ അന്വേഷിച്ചിട്ട് കാണാത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഫീച്ചർ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതല്ലേ, ഇതിപ്പോൾ എന്തിനെ പറ്റിയാ? കുപ്പത്തൊട്ടികളായി മാറിയ പുഴകളും ഊറ്റിത്തീർന്ന കിണറുകളും മാത്രമേ നമ്മുടെ തലമുറ കണ്ടിട്ടുള്ളൂ. എന്നാൽ അതിൽ നിറഞ്ഞു നിന്നിരുന്ന തെളിനീരിനു വേണ്ടിയാണ് എൻ്റെ ഈ ഫീച്ചർ. ആ കൊള്ളാലോ. എന്നിട്ട് പേരിട്ടതിന്? വാട്ടർ ഫോർ ലൈഫ്. ഞാനത് ചുരുക്കി പറയാം. ശരി, നീ പറ. പുകയ്ക്ക് പുറമെ ഖരമാലിന്യങ്ങളും ചില ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്നുണ്ടല്ലോ. ആ ഭാരം പേറുന്നത് നമ്മുടെ നാട്ടിലെ നീർച്ചാലുകളാണ്. മണല് വാരി മണ്ണ് കണ്ട പുഴകൾ ഇനി ഒരിക്കലും ഒഴുകുകയില്ല. കാരണം മനുഷ്യ ഉപേക്ഷിക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് അത്രയ്ക്കും വലുതാണ്. ആഴങ്ങളിൽ ഊറിക്കൂടിയ ഭൂഗർഭജലം നാളേക്കുള്ള കരുതലാണെന്ന് പോലും ഓർക്കാതെ അതും ഊറ്റി തുടങ്ങി ചിലർ. എല്ലാം അറിഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ എന്തിനോ വേണ്ടി ഓടുന്ന ഈ തലമുറയിലെ കുറച്ചുപേരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കാനാണ് എൻ്റെ ഈ ഫീച്ചർ. എങ്ങനെയുണ്ടടാ, കൊള്ളാമോ? മലയാളം മറന്നിട്ടില്ലാത്ത നമ്മുടെ തലമുറയിലെ ചിലരെങ്കിലും ഇത് വായിക്കുമെങ്കിൽ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമെങ്കിൽ നീ എഴുതുന്നതിന് അർത്ഥമുണ്ടാകും. തീർച്ച. അവഴായി പോകുന്ന ജലഗണം കണ്ടും മുഖം തിരിക്കുന്ന സമൂഹത്തിൻ്റെ ഇടവേളകളായി ജീവിക്കുന്നവരാണ് നാം ഏവരും. നിനക്കറിയാമോ, സമ്പത്തിന് വേണ്ടിയുള്ള പരാക്രമങ്ങളായിരിക്കില്ല ഭാവിയിൽ, പകരം തൊണ്ട നനയ്ക്കാൻ ഒരിറ്റു ദാജലത്തിന് വേണ്ടിയായിരിക്കും. അത് ശരിയാണ്, അതിൻ്റെ പല സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു ലോകമായുധം ഉണ്ടാകുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടി തന്നെയായിരിക്കും. പണത്തിന് വേണ്ടി മണ്ണെന്നോ മണലെന്നോ മരങ്ങളെന്നോ നോക്കാതെ എല്ലാം കച്ചവടക്കണ്ണിലൂടെ മാത്രം കണ്ടു തുടങ്ങിയ മനുഷ്യർ ഇനിയും ഇതൊന്നും തിരിച്ചറിയാത്ത ഭാവം തുടരുകയാണെങ്കിൽ നാം വാനോളം വാഴ്ത്തുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് പുതിയൊരു മരുഭൂമിയായി ഭാവിയിൽ മാറും. സമയം ഒരുപാടായി, നമുക്ക് പോവാം. ശരിടാ, പോവാം.